നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഡിസംബർ ക്രിസ്മസ് മാസ പെൻഷൻ ഇന്ന് വരികയാണ്. 2000 രൂപയായിരിക്കും ഇന്ന് പെൻഷൻ ലഭിക്കുക. എപ്പോഴാണ് പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുക, ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, പഞ്ചായത്തിൽ പുതിയ മെമ്പർമാർ വരികയാണ്. അടുത്ത ഞായറാഴ്ചയോട് കൂടി അവരുടെ സത്യപ്രതിജ്ഞ നടന്ന് അവർ അധികാരത്തിലേൽക്കും. ഇനി വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ ഉള്ളത്. അതിനുമുമ്പ് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ സർക്കാരുകൾ ഇടപെടലുകൾ നടത്തും. ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഈ സമയത്ത് ഈ 2-3 മാസം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുക. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുക, അത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയെല്ലാം നമ്മുടെ ചാനൽ വരുന്നതാണ്. ഓരോ സമയത്തെയും നിങ്ങൾക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ, ഓരോ സമയത്തെയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ഇതുപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ വരുന്നതാണ്. അപേക്ഷ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ അറിയുന്നതാണ്. കഴിഞ്ഞ മാസം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ മാസം 15-ാം തീയതി ആയിരിക്കും പെൻഷൻ പണം വരിക എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തോടു കൂടി തന്നെ എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. ആ മാസമായിരുന്നു സർക്കാർ 2000 രൂപയായിരിക്കും ഇനി പെൻഷൻ എന്ന് പ്രഖ്യാപിച്ചത്. അതിലൊരു മാസത്തെ പെൻഷൻ നമുക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷനാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പെൻഷൻ ഓരോ ആളുടെയും അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. നമ്മുടെ ഓരോ സർക്കാർ അറിയിപ്പുകൾ നമ്മുടെ ചാനൽ വരുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. മസ്റ്ററിങ് ചെയ്യാത്ത ആളുടെ പെൻഷൻ കഴിഞ്ഞ മാസം തടഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്കൊരു അവസരമുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ആ സമയത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കും ഈ ഡിസംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യവാങ്മൂലം നൽകാത്ത ആളുകളുണ്ടായിരുന്നു. അവരും കഴിഞ്ഞ മാസം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ മെമ്പർമാർ അധികാരമേറ്റത് കൊണ്ട് തന്നെ ഇനി പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആയിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടെല്ലാം പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഈ ഒരു അവസരം പരമാവധി മുതലെടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള 1000 രൂപയുടെ പെൻഷനെ കുറിച്ച് പല ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു, ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചൊരു കാര്യമായിരുന്നു 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പെൻഷൻ. അത് ഒരു വീട്ടിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ലഭിക്കുമോ, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്നു മുതലാണ് ലഭിക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സർക്കാർ അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പും വരാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അതിന് അപേക്ഷ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ലഭിക്കുമോ, ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചൊന്നും സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി ഒന്നും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ആ അറിയിപ്പ് ലഭിക്കുന്ന പക്ഷം നമ്മൾ കറക്റ്റായി തന്നെ അതിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.